ആർ സി ബിക്ക് മുന്നിൽ ദൈവത്തിന്റെ പോരാളികൾ മുട്ടുമടക്കി. അതെ, ഇന്നത്തെ മത്സരവും ആർ സി ബി മുംബൈ ഫാൻസുകാർ തമ്മിൽ പോരാട്ടം നടത്തിയ ഒരു മത്സരമാണ്. ഓരോ ബോളും അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻസുകാർ തമ്മിൽ തല്ലിക്കൊണ്ടിരുന്നു, അതും വാക്കുകൾ കൊണ്ട്. എന്തായാലും കളി ആദ്യം ബാറ്റ് ചെയ്ത് ആർ സി ബിക്ക് വേണ്ടി ഫിൽ സോൾട്ടിന്റെ വക കെടുക്കൻ ഒരു ഇന്നിങ്സ് അടി എന്ന് പറഞ്ഞ പൂരപ്പാട്ട് അടി, 76 റൺസ്. അതിനുശേഷം വിരാട് കോഹ്ലിയുടെ 50, രജത് പട്ടിദാറിന്റെ 50, അങ്ങനെ 50കൾ കിടക്കുന്നു. ടിം ഡേവിഡിന്റെ വക അവസാനത്തെ ഒരു വെടിക്കെട്ട് എല്ലാം കൊണ്ടും കൂടെ കൂട്ടി 240 റൺസാണ് ആർ സി ബി നേടിയത്. അതായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈയുടെ ബോളേഴ്സിനെ നിർത്തിപ്പൊരിച്ചു. പേരുകേട്ട ബോളിംഗ് നിര ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ട്, മിച്ചൽ സാന്റ്നർ, അങ്ങനെയുള്ള പേരുകേട്ട ബോളേഴ്സിനെല്ലാം അടിച്ചു പരത്തി. പിന്നെ ആകെ കുറച്ചു നേരത്തിനെങ്കിലും റൺസ് ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റിയത് ഹാർദിക് പാണ്ഡ്യയ്ക്കാണ്. മാത്രമല്ല ആദ്യത്തെ ഒരു സ്കോറിംഗ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും ആർ സി ബിയുടെ ഈ പോക്ക് എങ്ങോട്ടാണെന്നുള്ളൊരു ചിന്തയായിരുന്നു. കാരണം അമ്മാതിരി അടി അടിച്ചുകൊണ്ടിരുന്നത് ഒരു 260, 270 റൺസിലേക്കൊക്കെ നീങ്ങുന്ന രീതിയിലേക്കുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു. മിച്ചൽ സാന്റ്നറെ ഒന്നും നിലം തൊടിയിച്ചില്ല. ജസ്പ്രീത് ബുംറയ്ക്കാണെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പുള്ളിയുടെ ഓവറുകളിൽ നമുക്കൊരു മൂർച്ച കുറവുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ജസ്പ്രീത് ബുംറയെ ഓപ്പണിംഗ് ബോളറാക്കി ഇറക്കാത്തതെന്നുള്ളത് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഓപ്പണിംഗ് സ്പെല്ലിൽ വന്നു കഴിയുമ്പോൾ ബാറ്റ്സ്മാൻ എന്തായാലും ഏത് ബാറ്റ്സ്മാനാണെങ്കിലും ചെറിയൊരു കിടുക്കം ഉണ്ടാവും. മറ്റ് ബോളേഴ്സിനെ നേരിടുന്ന പോലെ അല്ലല്ലോ. പക്ഷേ എന്തായാലും ഈ ഒരു മുംബൈയുടെ ടാക്ടിക്സ് തന്നെ മാറ്റേണ്ടതുണ്ട്. ബാറ്റിംഗ് ഓർഡറിൽ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. ഈ റുദർഫോർഡ് എന്ന് പറയുന്നൊരു പ്ലെയർ അവസാനം അടിച്ചൊരാട്ടി, അതാണ് സ്കോർ 222 എത്തിച്ചത്. അല്ലാത്ത പക്ഷം എന്താ പറയുക, ഓപ്പണിംഗ് സഖ്യത്തിൽ ഇറങ്ങിയ റിയാൻ റിക്കൽട്ടനും രോഹിത് ശർമ്മയും, റിക്കൽട്ടന്റെ വക തുടക്കത്തിൽ ഒരു അടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പുള്ളിക്ക് അങ്ങോട്ട് ആ വേഗത അങ്ങോട്ട് നിലനിർത്താൻ പറ്റിയില്ല. എന്തായാലും സുയാഷ് എന്ന് പറയുന്ന നമ്മുടെ സ്പിന്നർ വന്നിട്ട് റിക്കൽട്ടന്റെ വിക്കറ്റ് വീഴ്ത്തി. പിന്നെ അതുപോലെ തിലക് വർമ്മയുടെ വിക്കറ്റ് വീഴ്ത്തി. ഓരോ ഓവറിൽ തന്നെ 2 വിക്കറ്റ് പോയി. ഇതിന്റെ ഇടയ്ക്ക് രോഹിത് ശർമ്മയുടെ വക റിട്ടയർഡ് ആയിട്ട് കാലിന് പരിക്ക് പറ്റി. അപ്പം അദ്ദേഹം പിന്നെയും ബാറ്റിങ്ങിന് വേണ്ടി തിരിച്ചു വരുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതുപോലെ എന്താ പറയുക, ബാംഗ്ലൂർ ബോളേഴ്സിനും ആവശ്യത്തിനുള്ള അടിയും അലക്കും എല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും മുംബൈയെ അപേക്ഷിച്ച് ബാംഗ്ലൂരിന്റെ ബോളേഴ്സ് കുറച്ചുകൂടെ പിടിച്ച് എറിയാൻ പറ്റി. പ്രത്യേകിച്ച് സുയാഷിന്റെ ഒക്കെ ഓവർ നല്ല രീതിയിൽ പിടിച്ചെറിഞ്ഞു. മാത്രമല്ല കൃണാൽ പാണ്ഡ്യയുടെ ഓവർ പുള്ളി മാക്സിമം നല്ല രീതിയിൽ പിടിച്ചെറിഞ്ഞു. വിക്കറ്റ് റൺസ് അധികം പോയില്ല. അങ്ങനെ ബോളേഴ്സിനെ മാറ്റി മാറ്റി പരീക്ഷിച്ച് എങ്ങനെയോ മുംബൈയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു. ഒരു ഘട്ടത്തിൽ മുംബൈ 200 എന്ന് പറയുന്ന സ്കോറിലേക്കൊക്കെ എത്തുമോ എന്ന് വരെ ചിന്തിച്ചിരുന്ന ഒരു സമയത്താണ് റുദർഫോർഡിന്റെ ബാറ്റിങ് ഒരു രക്ഷയില്ലാത്ത ഒരു ബാറ്റിംഗ് ആയിരുന്നു. കിട്ടിയ സമയം കൊണ്ട് പുള്ളിക്കാരൻ അടിച്ചു. പക്ഷേ ജയിക്കാനുള്ള സ്കോറിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ മല കയറുക എന്നുള്ളത്, എവറസ്റ്റ് കൊടുമുടി കയറുന്ന ഒരു പരിവായിരുന്നു. പക്ഷെ അത് പുള്ളി ശ്രമിച്ചു പരമാവധി അങ്ങോട്ടേക്ക് എത്തിയില്ല എന്ന് പറയാം. കാരണം അമ്മാതിരി റൺമലയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും പിന്നെ ഇതിന്റെ ഇടയ്ക്ക്, കളിയുടെ ഇടയ്ക്ക് കുറേ സമയം പരിക്കും കാരണമായിട്ട് അങ്ങനെ സമയം കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും മൊത്തത്തിൽ മുംബൈക്ക് ശനിദശയാണ്. ആദ്യത്തെ കളി ജയിച്ചു തുടങ്ങിയപ്പോൾ സാധാരണ സീസണുകളിലെ പോലെയല്ല, ദൈവത്തിന്റെ പോരാളികൾ ജയിച്ചു തുടങ്ങിയെന്നും പറഞ്ഞാണ് ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നത്. കാരണം എല്ലാ സീസണിലും ഒരു 4-5 കളി തോറ്റതിന് ശേഷം തിരിച്ചു വരുന്ന മുംബൈ ഇന്ത്യൻസിനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിന്നാണ് ഈ ഒരു വ്യത്യാസം. ആദ്യത്തെ കളി ജയിച്ചു, പിന്നീട് തോൽവികൾ, എല്ലാം അവരുടെ ടാക്ടിക്സിന്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. പ്ലെയേഴ്സ് എല്ലാം കിടിലൻ പ്ലെയേഴ്സ് ആണ്, ഒന്നും പറയാനില്ല. പവർ ഹിറ്റേഴ്സ് പ്ലസ് നല്ല ലോകോത്തര ബോളേഴ്സ് എല്ലാം കൂടി ചേർന്ന ഒരു വലിയ ഹെവി പാക്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ്. എന്തുകൊണ്ടോ അവർക്ക് കളത്തിൽ അതങ്ങോട്ട് തെളിയിക്കാൻ പറ്റുന്നില്ല. അടിക്കുന്നുണ്ടോ ഉണ്ട്, ബോൾ ചെയ്യുന്നുണ്ടോ ഉണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ആവശ്യത്തിനുള്ള സമയത്തൊന്നും കിട്ടുന്നില്ല. പിന്നെ മിസ്ഫീൽഡുകൾ എല്ലാം ഒരു എന്താ പറയുക, ശനിദശയാണ്. ഈ ശനിദശ മുംബൈക്ക് മാറി വരുമെന്ന് വിചാരിക്കുക. കാരണം മുംബൈയുടെ ഒരു ചരിത്രം തന്നെ അങ്ങനെയാണ്. ശനിദശകളെല്ലാം മാറ്റി തിരിച്ചു വരുന്ന ഒരു ടീമാണ് ദൈവത്തിന്റെ പോരാളികൾ. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ടീം കിങ് കോഹ്ലിയുടെ ആർ സി ബി ആണ്, കഴിഞ്ഞ കൊല്ലത്തെ ചാമ്പ്യന്മാര്. എന്തായാലും ചാമ്പ്യന്മാര് എന്താ പറയുക, തോൽവികളൊന്നും അറിയാതെയാണ് ഇപ്പോൾ കയറി വരുന്നത്. തോൽവികൾ അറിയാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശക്തരായിട്ട് അവരുടെ ശക്തി അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലത്തെ ഒരു പ്രകടനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വീറും വാശിയോടും കൂടി പോരാടണം. മുംബൈ ഇന്ത്യൻസിന്റെ രോഹിത് ശർമ്മയ്ക്ക് ഒന്നും എന്താ പറയുന്നത്, എനിക്ക് തോന്നുന്നു അടുത്ത കളിയൊക്കെ വിശ്രമം വേണ്ടി വരുമെന്ന് തോന്നുന്നു. കാലിന്റെ പരിക്ക് നല്ല പരിക്കാന്ന് തോന്നുന്നു. കാരണം റിട്ടയർഡ് ഹാർട്ടായി പോയിട്ടുള്ള ഒരു പ്ലെയറിന് തിരിച്ച് കളത്തിലേക്ക് വരാൻ അധികം സമയമൊന്നും വേണ്ട. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം വന്നില്ല, പരിക്കിന്റെ ആധിക്യം കൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും
നമുക്ക് മുംബൈ വിളിച്ചെടുത്തിരിക്കുന്നതിൽ ഒരു ഏറ്റവും നല്ല ടീമാണ്, ഒരു പ്ലെയറാണ് റുദർഫോർഡ് എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണി എന്ന് തന്നെ പറയാം. പക്ഷേ ആ നമ്മൾ കൊടുത്ത പൈസയ്ക്കുള്ള പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ടീമിലെ ചില ടാക്ടിക്സ് കൊണ്ടാണ്, അതായത് അദ്ദേഹത്തിനെ ഇറക്കേണ്ട സമയത്ത് ഇറക്കുന്നില്ല, അവസാന നിമിഷത്തേക്ക് ഇറക്കുമ്പോഴത്തേക്ക് ഒരു വലിയ മല കൊണ്ട് വെച്ചിട്ട് കയറാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അതുകൊണ്ട് നേരത്തെ ഇറക്കണം. തിലക് വർമ്മയൊക്കെ ഇറങ്ങിയ സ്ഥാനത്ത് ഇദ്ദേഹം ഇറങ്ങുമായിരുന്നെങ്കിൽ കുറേയും കൂടെ റണ്ണ് സ്കോർ ചെയ്യാൻ പറ്റിയേനെ. മാത്രമല്ല എന്താ പറയുക, നമ്മുടെ സൂര്യകുമാർ യാദവ് കുറേ ബോളുകൾ ഡോട്ട് ചെയ്യുന്നുണ്ട്. പുള്ളി പഴയ ഒരു ഫോമിലേക്ക് എത്തുന്നില്ല. നമ്മൾ ഒന്ന് പ്രതീക്ഷിക്കും പുള്ളിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ളത്. പക്ഷെ നടപടി ഉണ്ടാകുന്നില്ല. ഇപ്പോഴൊന്നും ഞാൻ നേരെയാകത്തില്ല എന്നുള്ള രീതിയിലാണ് സൂര്യകുമാർ. ഓഫ് സൈഡിലോട്ട് ഒരു ഷോട്ട് പോലും നമ്മൾ കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പുള്ളി ഇരുന്നും കിടന്നും എന്താ പറയുക, വളഞ്ഞും തിരിഞ്ഞും എല്ലാം ലെഗ് സൈഡിലേക്ക് തന്നെ, പിന്നെ പുറകോട്ടും. ആ ഒരു ഷോട്ട് മാത്രം ശ്രമിച്ചു കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ തന്നെ ബോളേഴ്സ് എല്ലാം പുള്ളിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പുള്ളി അങ്ങോട്ടേ കളിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായിട്ട് ഫീൽഡേഴ്സിനെ ഇട്ട് വിക്കറ്റ് വീഴിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. എന്തായാലും സൂര്യകുമാർ സ്വയം കെണിയിൽ ചെന്ന് ചാടുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ തിലക് വർമ്മയുടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന വിക്കറ്റാണ്. പുള്ളിക്കൊക്കെ നല്ല റൺസ് അടിക്കാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ്. പക്ഷേ എന്തുകൊണ്ടോ കൃത്യമായിട്ട് കളത്തിലേക്ക് അതങ്ങോട്ട് ഫലത്തിൽ എത്തിക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഡഗൌട്ടിൽ ഡിഗോക്കിനെ പോലെയുള്ള പ്ലെയേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഫോറിൻ പ്ലേയേഴ്സിനെ കളിപ്പിക്കാനുള്ള പരിമിതികൾ ഇത്ര പേരെ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിനെയൊക്കെ കയറ്റി കളിപ്പിച്ച് ടീമിന്റെ ഒന്നുകൂടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുവാനായിട്ട് പറ്റുമായിരുന്നു. ബോളിംഗ് സൈഡിൽ ട്രെന്റ് ബോൾട്ട്, ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയ ബോളേഴ്സ് മുംബൈക്കായിട്ട് പോരാടുന്നുണ്ടെങ്കിലും എന്താ പറയുക, ഒരു ഫലപ്രാപ്തിയിലേക്ക് കാര്യങ്ങൾ അങ്ങോട്ട് എത്തുന്നില്ല. വിക്കറ്റ് ടേക്കിങ്ങിന് കപ്പാസിറ്റി ഉള്ള നല്ല ബോളേഴ്സാണ്, പേരുകേട്ട ബോളേഴ്സാണ് എവിടെയോ പാളുന്നു. മാത്രമല്ല ഈ IPL നമ്മൾ കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത് ബാറ്റ്സ്മാൻമാർക്ക് അനുകൂലമായിട്ടുള്ള പിച്ചാണ്. കാരണം ബോളേഴ്സ് ഒന്നും ചെയ്യാനില്ല, വരിക, ഉള്ള ഏക്കത്തിൽ പന്തെറിയുക, അടിമേടിക്കുക, പോവുക, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ബോളേഴ്സിന് ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഇന്നത്തെ മത്സരം കണ്ടത്. പിന്നെയും എന്താ പറയുക, RCBയുടെ സ്കോർ ഒരു 13ാമത്തെ ഓവർ തൊട്ട് പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഏകദേശം 240 നിന്ന്, അല്ലെങ്കിൽ അങ്ങ് പോയേനെ, സ്കോർ റൺമല തന്നെ കണ്ടെത്തിയേനെ. ആ ഒരു ഭാഗങ്ങളിൽ കുറച്ചു നേരം പിടിച്ചു നിർത്തിയത് കൊണ്ട്, ജിതേഷ് ശർമ്മ കുറച്ച് തട്ടിമുട്ടിയൊക്കെ നിർത്തിയതുകൊണ്ടും ഈ പറയുന്ന പോലെ നമുക്ക് കുറേയൊക്കെ RCBയുടെ സ്കോർ കുറഞ്ഞു പോയി. അപ്പം എന്തായാലും കുറേ പോരായ്മകൾ ഉണ്ട്. ആ പോരായ്മകളെല്ലാം RCBയെ സംബന്ധിച്ച് കുഴപ്പമില്ല. RCBയെ സംബന്ധിച്ച് എന്താ പറയുക, അവർ കളികളെല്ലാം ജയിച്ചു നിൽക്കുകയാണ്. മുംബൈയെ സംബന്ധിച്ച് അത് പോരാ. മുംബൈയെ സംബന്ധിച്ച് ദൈവത്തിന്റെ പോരാളികൾ എന്ന് പറയുന്ന ആ ഒരു പേരും പെരുമയുള്ള മുംബൈ ഇന്ത്യൻസ് കളത്തിൽ നല്ല ശക്തി കാണിക്കേണ്ടതുണ്ട്. പക്ഷേ അവരുടെ ശക്തി അവർ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ആവശ്യമുള്ള സമയത്തൊന്നും ശക്തി കാണിക്കത്തില്ല. അല്ലാത്ത സമയങ്ങളിൽ വീറും വാശിയും എല്ലാം കാണിക്കും. ഹാർദിക് പാണ്ഡ്യയുടെ ഒക്കെ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് കളി ജയിക്കേണ്ടതാണ്. അത് പക്ഷേ എന്തുകൊണ്ടോ നടക്കുന്നില്ല. പിന്നെ എല്ലാം എന്താ പറയുക, ഓരോ ദിവസത്തെ കളിയാണ്. നമ്മൾ എവിടെ പാളുന്നോ, എല്ലാം കരുത്തുറ്റ ടീമുകളാണ്. ഒരു വടംവലി പോലെയാണ്. എവിടെയെങ്കിലും ഒരു ചെറിയ പാളിച്ച പറ്റുമ്പോൾ അപ്പുറത്തെ ടീം വലിച്ചെടുക്കുക എന്ന് പറയുന്ന പോലെയാണ്. എന്തായാലും അടുത്ത മത്സരങ്ങൾ മുംബൈക്ക് വളരെ നിർണായകമാണ്. ഇപ്പോൾ ഉള്ള ഈ ടീമിന്റെ ഘടന തന്നെ ഒന്ന് മാറ്റി റുദർഫോർഡിനെ ഒക്കെ കുറച്ചുകൂടെ നേരത്തെ ഇറക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നല്ലൊരു ഹിറ്ററും കൂടെയാണ്. റൺസ് നല്ലപോലെ കണ്ടെത്താനും പറ്റും. അപ്പം എന്തായാലും ഹാർദിക് പാണ്ഡ്യയൊക്കെ നന്നായിട്ട് ബാറ്റ് ചെയ്തു. പക്ഷേ ആവശ്യമുള്ള സമയത്ത് എന്താ പറയുക, ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. വലിച്ചടിയിൽ പുള്ളിയുടെയൊക്കെ വിക്കറ്റ് തീർന്നു പോവുകയാണ്. അപ്പം എന്തായാലും ദൈവത്തിന്റെ പോരാളികൾ ജയിച്ചു തുടങ്ങണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ജയിച്ചു തുടങ്ങി. പക്ഷെ പിന്നീട് തോൽവിയായിപ്പോയി. പക്ഷെ അവർ ജയത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരട്ടെ. അവരുടെ ആ ഒരു പേരും പെരുമയും ആ ഒരു എന്താ പറയുക, ടീമിലെ മെമ്പേഴ്സിന്റെ സ്ട്രെങ്ത്തും അവർ കാണിക്കട്ടെ. വരും ദിവസങ്ങളിൽ മുംബൈയുടെ പ്രകടനം മികച്ചതാകട്ടെ. RCB എന്തായാലും നല്ല ലെവലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് RCBയുടെ പ്രകടനം നന്നായി വരട്ടെ എന്ന് പറയാത്തത്. അവർ ഓൾറെഡി സെറ്റാണ്. മുംബൈയുടെ പ്രകടനം നന്നായി വരട്ടെ. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? ശരി, ബൈ.